ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 12ാം ക്ലാസ്സിലെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ആശാപൂർണ ദേവി എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്. There are two ways of spreading light. പ്രകാശിക്കുന്നതിന് സ്പ്രെഡാവുന്നതിന് രണ്ട് വഴിയുണ്ട്. To be the candle or the mirror that reflects it. ഒന്നുകിൽ മെഴുകുതിരിയാകുക, അതിൻ്റെ സോഴ്സ് ആകുക, അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന മിറർ ആകുക. Women should choose between being a candle or a mirror and work for their own emancipation as well as for the generations to come. സ്ത്രീകൾ ക്യാൻഡിലാകണോ അല്ലെങ്കിൽ മിറർ ആകണോ എന്ന് എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൽ നിന്നും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവരുടെ വരും തലമുറകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സ്. ഞാൻ എപ്പോഴും സ്ത്രീകളെ കമ്പയർ ചെയ്യുന്നത് മാച്ച് ബോക്സുമായിട്ടാണ്, തീപ്പെട്ടിയുമായിട്ടാണ്. വൈ, എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. തീപ്പെട്ടികളുടെ ആ ഒരു രീതി കൊണ്ടാണ്. ഈവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 ലങ്കാസ് അഫ്ലെയിം, they sit around me and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. ലക്ഷക്കണക്കിന് 100 ലക്ഷക്കണക്കിന് ലങ്കകളെ കത്തിക്കാനുള്ള ഗൺ പൗഡർ, അതായത് ആ ഒരു ഫ്യൂവൽ അവരുടെ കയ്യിലുണ്ടെങ്കിലും അവരെന്താണ് ചെയ്യാറുള്ളത്? അങ്ങോട്ട് അവിടെ മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്, ഒന്നും ചെയ്യാതെ ഇന്നസെൻ്റ് ആയിട്ട് വെറുതെ ഇരിക്കുകയാണ് പതിവ്. എവിടെയൊക്കെ? കിച്ചണിലും പാൻട്രി, അടുക്കളയിലും, എല്ലാ സ്ഥലത്തും, ബെഡ്റൂമിലും, ഇവിടെയും അവിടെയും എല്ലായിടത്തും. ആരെ പോലെ? സ്ത്രീകളെ പോലെ. അവരും ഇതേപോലെയാണ്. അവർക്ക് കഴിവുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാറില്ല, അതിനെ പുറത്തെടുക്കാറില്ല. യു വാണ്ട് ആൻ എക്സാമ്പിൾ? ഒരു എക്സാമ്പിൾ നിങ്ങൾ കേൾക്കണോ? ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് എനോർമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് us. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മുമ്പിലുള്ള 3 നില കെട്ടിടത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. സൺഡേ മോർണിംഗ്, ഒരു ഞായറാഴ്ച ദിവസം രാവിലെ. ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. വാഷർമാൻ, അലകകാരൻ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. മൂമെന്റ്സ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്പ് ഓഫ് അജിസ് ഡർട്ടി ക്ലോത്ത്സ് ടു ദ വാഷർമാൻ, നോമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം ആൻഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ. അജിത്തിൻ്റെ വൃത്തികെട്ട ക്ലോത്തുകൾ, വൃത്തികെട്ട എന്ന് വെച്ചാൽ ഡേർട്ടി ക്ലോത്ത്സ്, അതായത് എന്താ പറയുക, അഴുക്ക് പിടിച്ച ക്ലോത്തുകൾ, ഒരു ഹീപ്പ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം ക്ലോത്തുകൾ കൊടുക്കുന്നതിന് മുമ്പ് നോബിത്തയല്ല, ഡോറിബോളിലെ നോബിത്തയല്ല, നോമിത എന്തോന്ന് ചെയ്യുകയാണ്, പോക്കറ്റിൽ ഒന്നുകൂടി സെർച്ച് ചെയ്യുകയാണ്, എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി, വല്ല പൈസയോ എന്തെങ്കിലും ചീട്ടോ അങ്ങനെ എന്തെങ്കിലും. അപ്പോഴാണ് നോമിതയ്ക്ക് ആ ലെറ്റർ കിട്ടിയത്. എ ട്വിസ്റ്റഡ് ക്രംബിൾഡ് envelope with its mouth torn and on the envelope നോമിതാസ് നെയിം. ഉണങ്ങി ചുരുട്ടിയിരിക്കുന്ന ഒരു envelope, ഒരു കത്ത്, അതിൻ്റെ വാ തുറന്നിരിക്കുകയാണ്, അത് പൊട്ടിച്ച് വായിച്ചിരിക്കുന്നു. അതിൽ ആരുടെ പേരുണ്ട്? നോമിതയുടെ പേരുണ്ട്. എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ് ഇൻ ഓൾ നോമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. നോമിതയുടെ ഞരമ്പുകളിലും നെർവുകളിലും, അത് ശരീരത്തിൽ മുഴുവൻ എന്താണ്? ഒരു ഫ്ലെയിം, ഒരു തീ കത്തിപ്പിടിച്ച പോലെയാണ്. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. കയ്യിലുണ്ടായിരുന്ന ക്ലോത്തുകൾ തറയിട്ട് കട്ടിലിരുന്നിട്ട് ലെറ്റർ വായിക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം നോക്കിയത് എന്താണ്? അതിൻ്റെ ഡേറ്റ് ആണ്. ഗോയിങ് ബൈ ദ ഡേറ്റ് ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം അബൌട്ട് 3 days earlier. ഡേറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഏകദേശം 3 ദിവസം മുമ്പെയാണ് ഈ ലെറ്റർ വന്നത്. ഷീ ടേൺസ് ഓവർ ദ envelope ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. ദെൻ 2 bears the same witness. അത് തുറന്നിട്ട് അതിലുള്ള പോസ്റ്റ് മാർക്കിലുണ്ടായിരുന്ന ഡേറ്റും ഈ ഡേറ്റും കൂടി ഒരുമിച്ച് വെച്ച് നോക്കാൻ തുടങ്ങി. അത് രണ്ടിലും ഉണ്ടായിരുന്നത് ബെയർ ദ സെയിം വിറ്റ്നസ്, അതായത് കണ്ടതെല്ലാം എന്താണ്? ഒരേപോലത്തെ ഡേറ്റുകളാണ്. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. അതെ, നോമിത ഉറപ്പിച്ചു, 3 ദിവസം മുമ്പാണ് ലെറ്റർ വന്നത്. അജിത് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റെഡ് ഇറ്റ്, ദെൻ ക്രംബിൾഡ് ഇറ്റ് ആൻഡ് ട്വിസ്റ്റഡ് ഇറ്റ് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദ പോക്കറ്റ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദെയർ. അജിത്ത് ഈ ലെറ്റർ തുറന്നു, വായിച്ചു, എന്നിട്ട് ചുരുട്ടി മടക്കി പോക്കറ്റ് വെച്ചു. ഹാസൻ ഫെൽറ്റ് ദ നീഡ് ടു മെൻഷൻ ഇറ്റ് എവർ വൺസ് ടു നോമിത. നോമിതയുടെ ഒരിക്കലെങ്കിലും ഇതിനെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യം അയാൾക്ക് തോന്നിയില്ലെന്നാണ് പറയുന്നത്. ദ ഫ്ലെയിം ദാറ്റ് ഹാഡ് ഗോൺ അപ്പ് ഡോപ്പ് നൗ ബേൺസ് സ്റ്റെഡ്ലി, ഹിസ്സിങ്, സൗണ്ടിങ് ഇറ്റ്സ് നോട്ട് ഓൺ ഈച്ച് ഓഫ് ഹർ മൈൻഡ് സ്ട്രിങ്സ്. നേരത്തെ കത്തിയില്ല ആ ഒരു തീ, ഇപ്പോഴും സ്റ്റഡി ആയിട്ട് നല്ല ഹിസ്സിങ്, പാമ്പ് ഇങ്ങനെ ചീറ്റും പോലെ നല്ല സൗണ്ട്, നല്ല കിടിലുമായിട്ട് അവിടെ കത്തി നിൽക്കുകയാണ്. അതെന്ത് ചെയ്യണ്? ആ നോട്ടുകൾ താളങ്ങൾ തൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു സ്ട്രിങ്ങിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു പാട്ട് വായിക്കുക എന്നാണ് പറയുന്നത്. അതായത് പെണ്ണ് നല്ല കരുപ്പിൽ നിൽക്കുകയാണ്. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർ സൈഡ്, ഇറ്റ്സ് ഡെലിബറേറ്റ്. ഈ ഇൻസിഡൻറ്റ് ഒരു കാഷ്വൽ ആയിട്ടുള്ള
സാധാരണയായിട്ട് നടക്കാനുള്ളതല്ല, ഇത് ഡെലിബറേറ്റ് മനഃപൂർവ്വം ചെയ്തതാണ്. അജിത്'s നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്തിൻ്റെ നേച്ചർ ഇതേപോലെയായിരുന്നു. Somehow he gained possession of the key to the letterbox, fishing it through the gaps among the 52 hands of this joint family. എങ്ങനെയോ അജിത്തിന് ലെറ്റർ ബോക്സിൻ്റെ കീയുടെ അധികാരം കിട്ടി. അതിലൂടെ 52 കൈകളുള്ള ഈ ജോയിൻറ്റ് ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും അത് എന്തോന്ന് ചെയ്യാൻ തുടങ്ങി, തോണ്ടി നോക്കാൻ തുടങ്ങി. 52 കൈകൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 2 കൈയല്ലേ, അപ്പോൾ 52 കൈകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 26ഓളം പേരുകൾ എവിടെയുണ്ട്, ഈ കുടുംബത്തിലുണ്ട്. വലിയ കുടുംബമാണ്. And whenever there is a letter with Nomita's name on the envelope, he opens and reads it first, and only then does he give it to her. എപ്പോഴെല്ലാമാണോ നോമിതയുടെ പേരിൽ ഒരു കത്ത് വരുന്നത്, ഇയാളത് വായിക്കും, തുറക്കും, വായിക്കും, എന്നിട്ട് എന്തോ ചെയ്യും, അവർക്കത് കൊടുക്കത്തേ ഇല്ല. ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ഓഫൺ ടൈംസ് ഹി ഡസൻറ്റ് ഗീവ് ഇറ്റ് ടു ഹെർ അറ്റ് ഓൾ. ഇത് പോസിബിളാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കല്ല, മിക്കവാറും സമയങ്ങളിൽ കത്ത് വായിച്ചിട്ട് നോമിതയെ കൊടുക്കാറും ഇല്ല എന്നായിരിക്കാം നോമിത വിചാരിക്കുന്നത്. At least that's the suspicion that has taken deep root in Nomita's mind. നോമിതയുടെ മൈൻഡിൽ നല്ല താഴ്ന്നിറങ്ങിയ ഒരു എന്താ പറയുക ഡൗട്ട്, സസ്പിഷൻ എന്ന് വെച്ചാൽ ഡൗട്ട് ആയിരുന്നു ഇത്. എന്തോന്ന്, അജിത്ത് ഇതേപോലെ കത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വരുന്ന കത്ത് വായിച്ചതിന് ശേഷമാണ് നോമിതയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ ഈ വന്ന കത്ത് പോലെ ചിലത് നോമിതയെ കൊടുക്കാറില്ലായിരിക്കാം എന്നുള്ളത്. Even though to this day, Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. ഇത്രയും കാലമായിട്ട്, അതായത് ഇന്നേ വരെ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ഡൗട്ട് അടിക്കുന്ന രീതിയിലുള്ള ഒരു കത്ത് പോലും അജിത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ്. അതായത് നോമിതയ്ക്ക് ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുന്നതായിരിക്കും അജിത്തിൻ്റെ വിചാരം. പക്ഷെ അങ്ങനെ രീതിയിലുള്ള ഒരു തെളിവും അദ്ദേഹത്തിന് കിട്ടിയില്ല. സ്റ്റിൽ ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് വോണ്ട് ഗോ. എന്നിരുന്നാൽ പോലും ഇയാളുടെ അഗ്ലി ഹാബിറ്റ്, മോശമായ പ്രവൃത്തി ഒരിക്കലും അവനെ വിട്ടു പോവില്ല. നോട്ട് വിത്ത് നോമിതാസ് ആങ്കർ, നോട്ട് വിത്ത് ഹെർ ടേക്കിംഗ് ഒഫൻസ്, നോട്ട് വിത്ത് ബിറ്റർ റിപ്രോച്ചസ്, ഹെർ ട്രൈയിങ് ടു ഷെയിം ഹിം, സർക്കാസം, നോട്ട് വിത്ത് എനിത്തിങ്. നോമിത ദേഷ്യപ്പെടുന്നതോ അവൾക്ക് ഒഫൻസ് എന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയോ, അവരുടെ ബിറ്റർ റിപ്രോച്ച് എന്ന് വെച്ചാൽ അവൾ എന്താ പറയുക മോശമായിട്ടുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ അവനിലൊരു നാണക്കേട് ഉണ്ടാക്കുന്നതോ പരിഹാസമോ സർക്കാസമോ ഒന്നും തന്നെ അവൻ ഇത് മാറ്റില്ലെന്നാണ് പറയുന്നത്. ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ് ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ, ആൻഡ് ഇഫ് ലാഫർ ഡസൻറ്റ് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് എ ഡീപ് വാട്ടർ ഹി സ്കോൾസ് ഹർ. എപ്പോഴെങ്കിലും നോമിത ഇത് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചിരിച്ചൊന്ന് കളയാൻ നോക്കും. ഈ ചിരി എന്തോന്ന് അവനെ അത് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ, ഡീപ്പ് വാട്ടറിൽ നിന്ന് ആ ഒരു ചാലിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവൻ ചെയ്യാൻ തുടങ്ങും, അവളെ സ്കോൾഡ് ചെയ്യാൻ, വഴക്ക് പറയാൻ തുടങ്ങും. ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ തന്നെയാണ്. കുറച്ച് നേരം അവിടെ വന്നിരുന്നു, എന്നിട്ട് നേരെ എന്തോ ചെയ്യുന്നു ലെറ്റർ വായിക്കാൻ തുടങ്ങി. ഇറ്റ്സ് നത്തിങ് മച്ച് എ ലെറ്റർ ഫ്രം നോമിതാസ് മദർ. ലെറ്റർ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, നോമിതയുടെ അമ്മ അയച്ച കത്താണ്. It's her standard speech. The good woman has once again placed on the record the news of her various hardships and complaints getting worse, misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. അമ്മ സാധാരണ അയക്കാറുള്ള ഒരു കത്താണിത്. അതായത് തൻ്റെ കഷ്ടപ്പാടും പ്രശ്നങ്ങളും കംപ്ലൈൻറ്റും എല്ലാ കാര്യങ്ങളും. മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ, കഷ്ടപ്പാടിൻ്റെ പുറത്ത് കഷ്ടപ്പാട്. അതായത് റൂമിലെ സീലിങ്ങിൽ ചെറിയൊരു വിടവുണ്ട്, മഴ സമയത്ത് വെള്ളം മൊത്തകത്ത് ഇറങ്ങാൻ, നേരെ അത് ശരിയാക്കിയില്ലെങ്കിൽ എന്തോ ചെയ്യും, അതെല്ലാം കൂടി എൻ്റെ തലയിൽ ഇടിച്ച് വീഴുന്നു, ഞാൻ മരിച്ചു പോകും എന്നാണ് എന്തോ ചെയ്യുന്നത് അമ്മ ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൊളാപ്സ് ചെയ്യും, തകർന്ന് വീഴുമെന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ഷീ ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ഇവൻച്വാലിറ്റി. ഹെർ ഡോട്ടർ ഈസ് എ ക്വീൻ, ഹെർ സൺ ഇൻ ലോ ഹൈ മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ്, therefore etc. അവരുടെ ഭയം അവരെ വിട്ടു പോകുന്നില്ല. അതായത് അവരുടെ മകൾ ഒരു രാജ്ഞിയാണ്, മകൻ ഹൈ മൈൻഡഡ്, നല്ല ഉയർന്ന ഒരു ചിന്താഗതിക്കാരാണ്, വലിയ ഹൃദയമുള്ളവനാണ്, അങ്ങനെ എക്സെട്ര കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതുന്നുണ്ട്. ആൻ ഇൻഡിജന്റ് വിഡോ വിത്തൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, ഷി വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലീസ് ഹൗസ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ. ദരിദ്രയായ ഒരു സ്ത്രീ, ഒരു വീടോ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്, ഹസ്ബൻഡും ഇല്ല, സണ്ണും ഇല്ല, ആൺമക്കളൊന്നുമില്ല. എന്നിരുന്നാലും ഒരു വെൽത്തി ഫാമിലിയിൽ തൻ്റെ ഡോട്ടറിനെ എന്തോ ചെയ്യാൻ കല്യാണം കഴിച്ചേൽപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അതെല്ലാം അവരുടെ ലുക്ക് കൊണ്ട് മാത്രമാണ്, അവരുടെ എല്ലാം മകളുടെ സൗന്ദര്യം കൊണ്ട് മാത്രമാണ്.
But the good lady has never stopped talking credit at the slightest opportunity for her skill in the matter. അവരുടെ ഈ സ്കില്ല്, അവരുടെ ഈ കഴിവ്, അതായത് മകളെ കെട്ടിച്ചുവിടാനുള്ള കഴിവ് എവിടെ പോയാലും ചെറിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അവരെന്തോ ചെയ്യും, അതിനെ കുറിച്ച് പറയാതിരിക്കില്ല. ആൻഡ് ഷീസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ അലോൺ. പോരാതിന് അത് പറയാനുള്ള അവസരം എപ്പോഴും അവർ കണ്ടെത്തും. അതായത് തൻ്റെ കഴിവും മകളെ നല്ല നിലയും നാട്ടുകാരത്ത് പൊങ്ങച്ചം പറയാനുള്ള ഒരു അവസരം. Whenever Ajit sees a new letter from Nomita's mother, he smiles derisively and says, എപ്പോഴെല്ലാമാണ് നോമിതയുടെ അമ്മ ഒരു ലെറ്റർ അയക്കുന്നത്, അവരെന്ത് ചെയ്യും, പുച്ഛഭാവത്തോടെ ചിരിച്ചുകൊണ്ട് പറയും, why bother to read that? I will go and fill out a money order form. വെറുതെ എന്തിനാണത് വായിച്ചു നോക്കുന്നത്, ഞാൻ ഒരു മണി ഓർഡർ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കാം. അതായത് പണം ചോദിച്ചുകൊണ്ടാണ് കത്തയക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാകും കത്തയക്കുമ്പോൾ. നോമിതാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. ഇത് കേട്ട് നോമിതയുടെ തല എപ്പോഴും താഴ്ന്നാണ് ഇരിക്കുന്നത്, ഈ നാണക്കേട് കാരണം. സോ സം ടൈം അഗോ, ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ്, നോമിത ഫോർബേഡ് ഹെർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹെർ ഓൺ പോസ്റ്റ് കാർഡ്സ്. അതുകൊണ്ട് കുറച്ച് കാലം മുമ്പെയാണ് പോസ്റ്റ് കാർഡ് വഴി തൻ്റെ അമ്മ ഇങ്ങോട്ട് ഒരു കത്തയക്കുന്നത്. നോമിത എന്തോ ചെയ്തത്, ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നാണക്കേട് കൊണ്ടോ വേണ്ടെന്ന് പറഞ്ഞു. She thought that from then on she would try to send her a little money, whatever she could pull together in secret. അതിനുശേഷം തനിക്ക് എങ്ങനെയെങ്കിലും സീക്രട്ടായിട്ട് കുറച്ച് പണം കണ്ടുപിടിച്ച് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കാമെന്ന് നോമിത വിചാരിച്ചു. സോ ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. ഇതാണ് ഇപ്പോഴും ആ ലെറ്ററായിട്ട് എൻവലപ്പിൽ ലെറ്ററായിട്ട് വന്നതെന്നാണ് പറയുന്നത്. സഡൻലി നോമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹെർ മദർ. പെട്ടെന്ന് നോമിതയ്ക്ക് അമ്മയോടൊരു ദേഷ്യം. വൈ ഡസ് ഷീ കീപ്പ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്? എന്തിനു വേണ്ടിയിട്ടാണ് അമ്മ ഈ പിന്നെയും ഇതിനു വേണ്ടി ഇങ്ങനെ യാചിക്കുന്നത്? വൈ വോണ്ട് ഷീ ലെറ്റ് നോമിത കീപ്പ് ഹർ സെൽഫ് റെസ്പെക്ട് ആർ ഡിഗ്നിറ്റി? തൻ്റെ ഡിഗ്നിറ്റിയും സെൽഫ് റെസ്പെക്റ്റും, അതായത് നാണക്കേട് ഉണ്ടാക്കാതിരിക്കാൻ അമ്മ സമ്മതിക്കില്ലേ? നോ, ദിസ് ടൈം ഷീ വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹെർ മദർ ക്ലിയർലി, ഐ കാൻ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. ഇപ്രാവശ്യം എന്ത് ചെയ്യും, അമ്മയുടെ അടുത്ത് വ്യക്തമായി തന്നെ എഴുതി കൊടുക്കും, എനിക്കിതിനപ്പുറം ചെയ്യാൻ പറ്റൂല, എന്നിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുതെന്ന്. Right then, Ajit steps into the room after finishing his leisurely Sunday bath. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ ചെയ്തത്, അജിത്ത് റൂമിലേക്ക് വന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ അല്പം സമയമെടുത്ത് കുളിക്കാറുണ്ട്. ആ കുളി കഴിഞ്ഞ് നേരെ വന്നു. നോമിത ഷാർപ്പ് ഇൻഡിഗ്നേഷൻ അറ്റ് ദ ഇൻസൾട്ട്സ് simmering all this while seems to want to dash itself violently against him. നോബിത ഈ ലെറ്റർ വായിച്ചപ്പോഴുള്ള ദേഷ്യം, വിഷമം, നാണക്കേടും എല്ലാം നേരെ നോബിതയുടെ നേരെ വയലൻ്റ് ആയിട്ട്, അതായത് രണ്ടെണ്ണം കൊടുക്കാണ്ട രീതിയിൽ അവൾ എന്ത് ഇരിക്കുകയാണ്. നോബിത റോൾസ് ഔട്ട്, വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്? നോബിത ഉറക്കെ കിടന്ന് പറയുകയാണ്, എപ്പോഴാണ് ഈ കത്ത് വന്നത്? അജിത് ഗ്ലാൻസസ് അറ്റ് ഹെർ ഒബ്ലിക്ലി എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. അജിത്ത് അവളൊന്ന് ചരിഞ്ഞ് നോക്കിയിട്ട് അവൻ്റെ ഒരു തെറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഒരു ആഘാതം അളവ് എങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം, അവർ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുകയാണ്. Another handful of cash for this, he had thought, and decided not to give the letter to Nomita. He was going to tear it up and throw it away. He's made a big mistake. വെറുതെ കുറച്ച് പണം കളയാനുള്ള ഒരു അവസരം, അതാണ് നോമിത ഹസ്ബൻഡ് വിചാരിച്ചത്. നോമിതയ്ക്ക് ലെറ്റർ കൊടുക്കാനാണ് ആദ്യം വിചാരിച്ചത്, പിന്നെ വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് എന്തോന്ന് ചുരുട്ടി കീറി കളയാനാണ് വിചാരിച്ചത്. പക്ഷെ അവ ഒരു തെറ്റാണ് ചെയ്തത്, കളയാതെ പോക്കറ്റ് വെച്ചു. Not that Ajit is going to feel abashed about that. പക്ഷേ നിങ്ങളുടെ വിചാരിച്ചാണ് അജിത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ച് എന്താ പറയുക, നിരാശപ്പെടുകയോ അല്ലെങ്കിൽ നാണക്കേട് തോന്നും എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്. പക്ഷേ അജിത്ത് അതിനൊന്നും പോകില്ല. ആസ് ദോ ട്രൈയിങ് ഹാർഡ് ടു റിമെമ്പർ, ഹി സേസ്, ലെറ്റർ? വാട്ട് ലെറ്റർ? ഓ യെസ്, ഇൻഡീഡ് ദെയർ വാസ് എ ലെറ്റർ ഫ്രം യുവർ മദർ. ഐ ജസ്റ്റ് ഹാഡൻറ്റ് ഗോട്ട് അറൗണ്ട് ടു ഗിവിങ് ഇറ്റ് ടു യു. ഒന്നും പറയാതെ, അതായത് ഇത് ലെറ്റർ വന്നോ എന്ന രീതിയിൽ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. ലെറ്ററോ? ഏത് ലെറ്റർ? ഓ, നിൻ്റെ അമ്മയിൽ നിന്ന് വന്ന ലെറ്റർ അല്ലേ? അത് ഞാൻ നിനക്ക് തരാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. ഇന്ന് കള്ളം പറഞ്ഞു. വൈ ഹാഡൻറ്റ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? വൈ ആൻസർ മീ. വൈ ഹാഡൻറ്റ് യു ഗോട്ട് അറൗണ്ട് ഇറ്റ്? എന്തുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല? പറയൂ എന്തുകൊണ്ട്? വാട്ട് എ നോയ്സൻസ്. അജിത് സേസ്, ഐ വുഡ് ഫോർഗട്ടൺ. വൈ യെസ്? എന്ത് പിന്നെ എങ്ങനെ കിടന്ന് കാണിക്കണേ? ഞാൻ മറന്നുപോയി, അത്രയേ ഉള്ളൂ. ലയർ എന്ന് വെച്ചാൽ കള്ളം അല്ലെങ്കിൽ കള്ളൻ. നോമിത ഹിസസ് ലേക്ക് സ്നേക്. ഒരു പാമ്പിനെ പോലെ പത്തിവിടുത്തെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി നോമിത. വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്? ഡോണ്ട് പീപ്പിൾ ഫോർഗെറ്റ്. വായത്തുന്നത് നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ വിളിച്ച് പറയുന്നത്? മനുഷ്യരാകുമ്പോൾ ഇതുപോലെ മറക്കില്ലേ? നോ ദേ ഡോണ്ട്. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ മറക്കില്ല. നിങ്ങൾ എന്തിനാണ് എൻ്റെ ലെറ്റർ തുറന്നു നോക്കിയത്? ദിസ് ചാർജ് അജിത് ട്രൈസ് ടു സ്കാറ്റർ ടു ദ വിൻസ്. വാട്ട് എവർ ഐ ഓപ്പൺഡ് ഇറ്റ്? മൈ ഓൺ വൈഫ്സ് ലെറ്റർ. ഇത് അജിത്ത് എന്തോന്ന് ചെയ്യാൻ തുടങ്ങി?
ടോപ്പിക് ഒന്ന് മാറ്റാൻ തുടങ്ങി. സ്കാറ്റർ ടു വിൻസ് എന്ന് വെച്ചാൽ ടോപ്പിക്ക് മാറ്റാൻ തുടങ്ങി. അതായത് താൻ ചെയ്തത് തെറ്റെന്ന രീതിയിൽ മാറ്റി. എങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഓപ്പൺ ചെയ്തത് എന്താ കുഴപ്പം, എൻ്റെ വൈഫിൻ്റെ ലെറ്റർ അല്ലേ എന്നിങ്ങനെ പറഞ്ഞു വന്നത്. ബി ക്വയറ്റ് ഐ ടെൽ യു. മതി എന്ന് ആര് പറഞ്ഞു? നോമിത പറഞ്ഞു. ഫോർ വാട്ട് റീസൺ ഷുഡ് യു ഓപ്പൺ മൈ ലെറ്റർ? എന്ത് കാരണത്താലാണ് നിങ്ങൾ എൻ്റെ കത്ത് തുറന്ന് നോക്കിയത്? ഹാവ് ഐ ടോൾഡ് യു 1000 times നോട്ട് ടു? 1000 തവണ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചെയ്യരുതെന്ന്. അജിത് ഡസൻറ്റ് ഫിയർ നോമിതാസ് ആങ്കർ. He fears a row. So he smiles an affected smile and says, if you are forbidding it, then it's a definite something. പെട്ടെന്ന് അജിത്ത് എന്തോന്ന് ചെയ്യാൻ തുടങ്ങി. അജിത്തിന് നവമിതയുടെ ആ ഒരു ദേഷ്യം വലിയ പേടിയില്ലായിരുന്നു. പക്ഷെ ഒരു കൊറൽ, റോ എന്ന് വെച്ചാൽ കൊറൽ, അതായത് വഴക്ക് വരുമെന്ന് അതിനൊക്കെ പേടിയുണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം അഫെക്ഷനേറ്റ് ആയിട്ട് ചിലപ്പം എന്താ പറയുക, ഒരു ചെറിയ ചിരി, സ്നേഹത്തുള്ളൊരു ചിരിച്ചിങ്ങനെ പറയാൻ തുടങ്ങി. നീ അങ്ങനെയാണ് നീ അങ്ങനെ ഫോർബിഡിങ് എന്ന് വെച്ചാൽ വേണ്ടെന്ന് വയ്ക്കുകയാണെങ്കിൽ അതിനെന്തോ കാര്യമുണ്ട്. ഷുഡൻറ്റ് ഐ മേക്ക് ഷുവർ ദാറ്റ് നോ വൺ ഈസ് പാസിങ് യു ലവ് ലെറ്റേഴ്സ് ഇൻ സീക്രട്ട്? ആരും നിനക്ക് സീക്രട്ടായി ലവ് ലെറ്റർ പാസ് ചെയ്യുക അല്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തണ്ടേ? സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. നിർത്തൂ, എന്തൊരു വൾഗറായിട്ടുള്ള, സാധാരണ എല്ലാ ആണുങ്ങളെയും പോലെ ഒരു വൾഗറായിട്ടുള്ള ആളല്ലേ താനും. ആഫ്റ്റർ ദിസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ അജിത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ ഇൻ ലോങ്കർ. ഇതിനുശേഷം താൻ ചിരിച്ച ആ ഒരു ഫേക്ക് സ്മൈൽ, കള്ളച്ചിരി, അത് ഞങ്ങൾക്ക് തുടരാൻ പറ്റിയില്ല. നൗ ഹീ ടു പിക്സ് അപ്പ് ദ പോയ്സൺ നൈഫ് എന്ന് വെച്ചാൽ എന്താ പറയുക, വിഷക്കത്തി എന്നല്ല, നോമിതയുടെ ആ ഒരു അടവെന്ന് പറയാൻ പറ്റില്ല, ദേഷ്യം. അയാളും പിന്നെ എന്തോ എടുക്കാൻ തുടങ്ങി. ഇത്തിരി നേരം അയാൾ ചെയ്തത് എന്താണ്, എങ്ങനെയെങ്കിലും പ്രശ്നം സോൾവ് ആക്കാനാണ്. ഇപ്പോൾ അയാൾ എന്തോ ചെയ്യാൻ തുടങ്ങി, ഈ പ്രശ്നം കയ്യിലെടുത്തു. ഹീ സേസ്, ഈസ് ദാറ്റ് സോ? Those who whine day and night had hold out their palms to their son-in-law. They are in high-class people. A dung picker's daughter becomes a queen and so. രാത്രിയും രാവിലെയും എന്നില്ലാതെ സങ്കടം പറയുന്ന ഇങ്ങനെ തൻ്റെ മകൻ്റെ അല്ല മരുമകൻ്റെ കയ്യും പിടിച്ച് ഇങ്ങനെ ഓരോന്നും തട്ടിയെടുക്കാൻ നോക്കുന്നവരെല്ലാം ഹൈ ക്ലാസ് പീപ്പിൾ ആണോ? ഒന്നുമില്ലെങ്കിൽ നീ ഒരു ഡങ് പിക്കേഴ്സ് എന്ന് വെച്ചാൽ ചാണകം കോരുന്ന ഒരാളുടെ മകളല്ലേ, അവർക്ക് രാജ്ഞിയാവാനാണോ ആഗ്രഹം എന്നിങ്ങനെ അയാൾ പറഞ്ഞു തുടങ്ങി. പെട്ടെന്ന് ഷട്ട് അപ്പ് നോമിത പറഞ്ഞു, മിണ്ടാതിരിക്കുക. ദേ റൂംസ് ഓൺ ദ 3rd floor, ദാറ്റ്സ് എ ബ്ലെസ്സിങ്. അവരുടെ റൂം എന്ന് പറയുന്നത് 3ാമത്തെ നിലയിലാണ്. അതൊരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹമാണ്. അതർവൈസ് വിത്ത് ദാറ്റ് സ്ക്രീം എവരി വൺ വുഡ് ഹാവ് കം ടു ലുക്ക്. അങ്ങനെ ഇരുന്ന, അതായത് 3ാം നിലയിലായിരുന്നെങ്കിൽ ഈ സ്ക്രീം, ഈ നിലവിളി കേട്ട് എല്ലാവരും അത് കാണാൻ വേണ്ടി അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി വരുമായിരുന്നു. ഷട്ട് അപ്പ് അജിത് റോഡ്സ് ഔട്ട്. അജിത് തിരിച്ചു പറഞ്ഞു, നീ ഉണ്ടായിരിക്കടി, ഷട്ടപ്പ്. വാട്ട് ഷട്ടപ്പ്? ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ യു ഡു? ക്യാൻ യു ഡു എനിത്തിങ്? ഞാൻ എന്തിനും ഉണ്ടായിരിക്കണം, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും, ഞാൻ എനിക്ക് തോന്നുന്നത് ചെയ്യും. നിങ്ങളാരാ അതിന് ചോദിക്കാൻ? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ കാൺ ഡു എനിത്തിങ്. ആൾമോസ്റ്റ് പാൻറ്റിങ്, നോമിത പ്രൊനൗൺസസ് ഈച്ച് വേർഡ് ക്ലിയർലി. യു വാണ്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്? എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ എന്ത് ചെയ്യാണ്? പാൻറ്റിങ് ശ്വാസം വിട്ടിരിക്കുകയാണ്. നോമിത ഇതൊന്നെയാണ് തൻ്റെ ഓരോ വാക്കുകളും വളരെ ക്ലിയർ ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, യു വാണ്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയണോ എന്നിങ്ങനെ നോമിത പറഞ്ഞു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് ദാറ്റ് ഈസ് അസ്റ്റോണിഷിങ്. എന്ന് വെച്ചാൽ എന്താ പറയുക, സർപ്രൈസിങ് എന്ന രീതിയിൽ അവൾ എന്തോ ചെയ്യാൻ തുടങ്ങി. ഷീ ഗ്രാബ്സ് അജിത്സ് മാച്ച് ദാറ്റ് ലൈങ് നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ ആൻഡ് ഷീ ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് ടച്ചസ് ഇറ്റ് ടു ഹർ സാരി. പെട്ടെന്ന് അജിത്തിൻ്റെ സിഗരറ്റിൻ്റെ അടുത്ത് കിടന്ന മാച്ച് ബോക്സ് എടുത്ത് കത്തിച്ചു. എന്നിട്ട് നേരെ സാരിയിൽ കൊണ്ടങ്ങ് വെച്ചു. സിമ്പിൾ. ഇൻസ്റ്റൻ്റ്ലി ഇറ്റ് ഫ്ലെയർസ് അപ്പ് ദ വെരി ഫൈൻ ആങ്കോൾ ഓഫ് എ വെൽത്തി വൈഫ് സാരി. പെട്ടെന്ന് തന്നെ അത് കത്തിപ്പിടിച്ചു. ഒരു വെൽത്തി വൈഫ്, പണക്കാരിയായ ഒരു ഭാര്യയുടെ സാരിയുടെ തുമ്പറ്റം കത്താൻ തുടങ്ങി. ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റന്റ് അജിത്, ഹാവ് യു ഗോൺ മാഡ്? ഹി സേസ് ആൻഡ് ജംപ്സ് ടു ഹെർ സൈഡ് ആൻഡ് ഗ്രാബ്സ് ദ ബേണിംഗ് പാച്ച് ആൻഡ് സ്നാപ്സ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് പുട്ട്സ് ഔട്ട് ദ ഫയർ. നിനക്കെന്ത് ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചിട്ട് അജിത് എന്തോ ചെയ്തു, പെട്ടെന്ന് ചാടി എണീറ്റ് അവരുടെ സാരി പിടിച്ച് തൻ്റെ കൈയുടെ ഇടയിൽ വെച്ച് അടിച്ചടിച്ച് എന്തോ ചെയ്തു, തീ അണച്ചു. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത് നൗ ഹീ ഈസ് എ ലിറ്റിൽ അഫ്രൈഡ്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവനത് ചെറിയൊരു പേടി തോന്നി. ഹി ലുക്സ് ഫിയർഫുള്ളി അറ്റ് നോമിതാസ് ഫേസ്. പേടിയോടെയാണ് നോമിതയെ നോക്കിയത്. സീസ് എ ഫയർ ബേണിംഗ് ദെയർ, ബ്രൈറ്റ് ബ്ലേസിംഗ് റെഡ്. നോമിതയുടെ മുഖത്ത് ഒരു തീ കത്തുന്നു പോലെ, നല്ല ബ്രൈറ്റ് ആയിട്ട് ബ്ലേസിംഗ് റെഡ്, നല്ല തിളക്കമാർന്ന റെഡ് കളറിൽ ഒരു ഫയർ കത്തുന്നതായിട്ട് അവന് തോന്നി. He doesn't have the courage to put out that fire by slapping it between his hands, so he tries to pour water on it. സാരി അണച്ചതുപോലെ കയ്യിലിടയിൽ വെച്ച് ആ ഒരു തീ അണയ്ക്കാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം കോരി വീഴാൻ തോന്നി.
വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഹി അറ്റംപ്റ്റ്സ് ടു സ്പീക്ക് നോർമലി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും നോർമലായിട്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി. യു ലൂസ് ഓൾ കോമൺ സെൻസ് വെൻ യു ഗെറ്റ് ആംഗ്രി, ഡോണ്ട് യു? എ വുമൺ ആൻഡ് സച്ച് ആങ്കർ. ഓഫ്, നിനക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിന്റെ കോമൺ സെൻസ് നീ മറക്കുമല്ലേ? ഒരു സ്ത്രീ ഇങ്ങനെ ദേഷ്യപ്പെടാമോ? മോശം മോശം. Who knows what Nomita would have said next, but right then her niece Rini steps into the room. ആ സമയത്ത് നോമിത എന്ത് പറയുമായിരിക്കും എന്ന് ആർക്കും പിടി കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവരുടെ നീസ് വന്നു. റീനി എന്ന് പറയുന്ന കുട്ടി റൂമിൻ്റെ അകത്ത് കയറി വന്നു. ഇമ്മീഡിയറ്റ്ലി ഷീ സേസ് piercingly, "So Kurima, how much longer does the washerman have to wait?" അവൾ എന്ത് ചെയ്യുകയാണ്? പെട്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. കുറിമ എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഇളയ അനിയൻ്റെ ഭാര്യ എന്നാണ് അർത്ഥം. ഓക്കെ, എത്ര നേരം വാഷർമാൻ വെയിറ്റ് ചെയ്യണം? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗിവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ്, അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. നിങ്ങളുടെ ഡ്രസ്സ് ഒന്നും കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അതെങ്കിലും ഒന്ന് പറയുമെന്നാണ് പറയുന്നത്. ഫോർ എ സെക്കൻഡ് ഓർ ടു നോമിത ഈസ് സ്റ്റിൽ, പെർഹാപ്സ് റീകോളിംഗ് ദ വാഷർമാൻസ് ഫേസ്, വെയിറ്റിംഗ് ഫോർ ഹെർ ഡൗൺ സ്റ്റെയർസ്. ദെൻ ഷീ പിക്സ് അപ്പ് ദ ഡേർട്ടി ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ട് സോർട്ടിംഗ് ദം. പെട്ടെന്ന് 1-2 സെക്കൻഡ് നേരത്തേക്ക് നോമിത എന്ത് ചെയ്യുക? പഴയ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുകയാണ്. വാഷർമാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖവും പിന്നെ അയാൾ താഴെ വെയിറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് ഡേർട്ടി ക്ലോത്ത്സ് എല്ലാം വാരി സോർട്ട് ചെയ്യുകയാണ്, അതായത് തിരഞ്ഞെടുക്കുകയാണ്. ഷീ സേസ് ഇൻ എ കാം ടോൺ, "ഗോ ടെൽ ഹിം ഐ ആം കമ്മിങ്, ഐ ആം ബ്രിങ്ങിങ് ദ ക്ലോത്ത്സ്." ഒരു പതിഞ്ഞ സ്വരത്തിൽ നമ്മളെ നോമിത പറയുകയാണ്, അയാളോട് പറയുക ഞാനിപ്പോൾ എത്താമെന്ന്. നോമിത സ്പീക്സ് ഹെർ മൈൻഡ്, സോ നോ വൺ അട്രാക്ട്സ് ഹെർ ഔട്ട് റൈറ്റ് ടു ഹെർ ഫേസ്, ദേ ഓൺലി പിൻസ് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. നോമിത തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയും. അതുകൊണ്ട് തൻ്റെ കൂടെയുള്ള ആൾക്കാർ, അതായത് വീട്ടിലുള്ള ആൾക്കാർ നേരെ അവളെ അറ്റാക്ക് ചെയ്യാറില്ല. അവൾക്ക് നല്ല കൂർത്ത വാക്കുകൾ കൊണ്ട്, അതായത് മോനെ വെച്ച് സംസാരിച്ച് അവളെ തടുക്കാറാണ് പതിവ്. Her second sister-in-law is almost exhausted with work this morning, and seeing her, she puts a twisted smile on her sweet, streaked face and says, അയാളുടെ സെക്കൻഡ് സിസ്റ്റർ, രണ്ടാമത്തെ സിസ്റ്റർ-ഇൻ-ലോ, മരുമകൾ, അവൾ രാവിലത്തെ പണി കാരണം എക്സോസ്റ്റഡ് തളർന്നിരിക്കുകയാണ്. രാവിലെയുള്ള പണി കാരണം പെട്ടെന്ന് അവളുടെ കണ്ടത് ഒരു ചിരി അവളുടെ മുഖത്ത് അവൾ ഇട്ടു. എന്നിട്ട് പറഞ്ഞു, "Well, that's something at least. You finally decided to come down from upstairs, Baba. There's no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband. Does the love talk never get old?" രണ്ടാമത്തെ മരുമകൾ പറയുകയാണ്, ഇപ്പോഴെങ്കിലും താഴെ വരാൻ തോന്നിയല്ലോ. ഭർത്താവിനോട് തോന്നുന്നു ഇത് ഇരിക്കാൻ കിട്ടിയ ഒരു സമയം പോലും നീ വെറുതെ വിടില്ല. ഇടയ്ക്കിടയ്ക്ക് എക്സ്ക്യൂസ് ഉണ്ടാക്കി നീ ഇങ്ങനെ അവൻ്റെ അടുത്ത് നിന്നിരിക്കുമല്ലേ? ഈ ലവ് ടാഗ്, സ്നേഹത്തോടുള്ള സംസാരം എപ്പോഴെങ്കിലും നിർത്തുമോ? അവരുടെ വിചാരം ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെന്നാണ്. നമുക്കല്ലേ അറിയാമോ സത്യം എന്താണെന്ന്. ഇപ്പോൾ കത്തി ഇവിടെ എല്ലാം പണി പാടിയേ. നോമിത ലുക്സ് അറൗണ്ട് വൺസ് ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നോമിത അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, അതായത് ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊരു കാര്യം പിടികിട്ടാൻ വേണ്ടി നോമിത ചുറ്റും നോക്കിയാണ്. Since the hurly burly of the morning, sees the forest of people on either side. ഇവിടെയുള്ള ഹേർലി എന്ന് വെച്ചാൽ ആ ഒരു തിരക്കും കൂട്ടവും പിന്നെ താഴെയുള്ള ആൾക്കാർ, കാട് പോലത്തെ ആൾക്കാരെല്ലാം കണ്ട് അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഹെർ വോയിസ് മസ്റ്റ് നോട്ട് ട്രെമ്പിൾ. സംസാരിക്കുമ്പോൾ വാക്കിടറാൻ പാടില്ല. സോ ഷീ ടു സ്മൈൽസ് എ സ്മോൾ സ്മൈൽ ആൻഡ് സെയ്സ് ഇൻ ആൻ എക്സ്ട്രീംലി സോഫ്റ്റ് വോയിസ്. അതുകൊണ്ട് അവൾ ഒരു ചിരിച്ചിട്ട് വളരെ പതുക്കെ പറയാൻ തുടങ്ങി, "ഓ, ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയൊന്നുമില്ല. യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം. ഇടയ്ക്ക് വന്ന് വേണമെങ്കിൽ നീ ഒളിഞ്ഞു നോക്കിക്കോ. അവർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്ക്. ഡു യു നോ? ഞങ്ങൾ പറയുന്നതെല്ലാം ദേഷ്യത്തിലാണ് പറയുന്നത്, നിനക്കറിയാമോ?" മെജോ വൈഫ് ലോവ്സ് ഹോ ഹോ ആൻഡ് സേസ്, "സ്റ്റോപ്പ് ഇറ്റ് നോ വൈഫ്. ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പോയ്സ് സ്പിനച്ച്." മെജോ വൈഫ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്, അതായത് രണ്ടാമത്തെ മൂത്ത ചേട്ടൻ്റെ ഭാര്യ. അവർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നോ വൈഫ് എന്ന് വെച്ചാൽ ഫോർത്ത് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്, നാലാമത്തെ മൂത്ത ചേട്ടൻ്റെ ഭാര്യ. അങ്ങനെ പറയുകയാണ്, നീ നിൻ്റെ ഈ കള്ളത്തരം ഒന്നും ഞങ്ങളടുത്ത് പറയണ്ട. കള്ളത്തരം എന്ന് വെച്ചാൽ ഈ ഫോർബിഡൻ ഫിഷ് എന്ന് വെച്ചാൽ കള്ളത്തരം ഒന്നും പറയണ്ട. നീ നിൻ്റെ ഈ അടവുകളെല്ലാം അങ്ങനെ ഒളിപ്പിക്കാൻ നോക്കുകയില്ലേ? അതായത് നിങ്ങളുടെ ഈ കള്ളത്തരം ഒളിപ്പിക്കാൻ നോക്കുന്നത്. യുവർ പയസ് സ്പിനച്ച് എന്ന് വെച്ചാൽ ഒളിപ്പിക്കാൻ നോക്കുക എന്നാണ് അർത്ഥം. വി ഹാവൻ ബീൻ റേസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്. ഡോങ്കികൾക്ക് കൊടുക്കുന്ന പുല്ല് തിന്നല്ല ഞങ്ങൾ വളർന്നത്. വൈ ഡോ വി നീഡ് ടു പീക്ക് ഇൻ? എന്തിന് ഞങ്ങൾ ഒളിഞ്ഞു നോക്കണം? വാട്ട് യു ആർ ഷോയിങ് അസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ് 24 hours ഡേ. ഞങ്ങളുടെ മുമ്പിൽ 24 മണിക്കൂർ നിങ്ങൾ കാണിക്കുന്ന കാര്യമല്ലേ, ഞങ്ങൾ എന്തിനു വെറുതെ ഒളിഞ്ഞു നോക്കണം? നോമിത ലാവ്സ് എ ലാഫ് ദാറ്റ് ക്യാൻ ബ്രിങ് എൻ അട്രാക്റ്റീവ് ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. ഒരു വെളുത്ത മുഖത്തിന് കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു ചിരി എന്തോന്ന് ചെയ്തു. നോമിത അങ്ങ് ചിരിച്ചു. ആഫ്റ്റർ ലാഫിംഗ് ദാറ്റ് ലാഫ് ഷീ സേസ്, ഗോ ഓൺ, യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്. ചിരിച്ചു കഴിഞ്ഞ് പറഞ്ഞു, "ഓ, ഒന്ന് നിർത്ത്, നീ മോശം എന്തിരുന്ന കാര്യം പറയണേ, നാണക്കേട്" എന്ന് പറഞ്ഞു. ദ
ബിസി ബോറോ വൈഫ് റൺസ് ഓഫ്. ബോറോ വൈഫ് എന്ന് വെച്ചാൽ മൂത്ത ചേട്ടൻ്റെ ഭാര്യ. അവരവരെ ബിസിയാണ്. അവരുടെ നേരെ വന്നു എന്നിട്ട് പറയുന്നു, ഹാവ് യു ചോപ്ഡ് ദ വെജിറ്റബിൾസ് യെറ്റ്? കറി കരിഞ്ഞോ? ഓർ ആർ യു ജസ്റ്റ് ടെല്ലിങ് സ്റ്റോറീസ്? അതോ കഥ പറയുകയാണോ? ആൻഡ് സഡൻലി ഷീ സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്സ്. പെട്ടെന്ന് അവിടെ നിന്നിട്ട് പറഞ്ഞു, വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? വാട്ട് ദിസ് അൺലക്കി തിങ്? നോ വൈഫ്. എന്താ പെണ്ണേ ഇത്? ഹൗ ഡിഡ് യുവർ ബേൺ യുവർ ആംഗിൾ ദാറ്റ് വേ? എങ്ങനെയാണ് നീ സാരി ഇങ്ങനെ കത്തിച്ചത്? എങ്ങനെയാണ് കത്തിയത്? നോവിത ടു സ്റ്റാർട്സ് ബട്ട് ഓൺലി ഫോർ എ മൊമെന്റ്. നോവിത പെട്ടെന്ന് പറയാൻ തുടങ്ങി, പക്ഷേ കുറച്ച് നേരത്തേക്ക് മാത്രം. ദ നെക്സ്റ്റ് ഇൻസ്റ്റന്റ് ഷീ ഫോൾസ് ദ ആംഗിൾ ബാക്ക് ക്വിക്ലി ആൻഡ് സേസ് ലാഫിംഗ്, ഓ ഡോണ്ട് റിമൈൻഡ് മീ, ഇറ്റ്സ് എക്സാക്ട്ലി വാട്ട് യു കീപ് വാർണിംഗ് മീ അബൌട്ട്. നോവിത പെട്ടെന്ന് പറയാൻ വന്നതിന് എന്തോന്ന് ചെയ്തു, അതിനൊന്ന് തുമ്പിനെ പിടിച്ചൊന്ന് മാറ്റിയിട്ട് ബാഗിലോട്ട് മാറ്റി വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ഒന്നും പറയണ്ട, ഇത് നിങ്ങൾ എപ്പോഴും എന്നോട് എങ്ങനെ വാൺ ചെയ്യാറില്ലേ? അതാണ് സംഭവിച്ചത്. എന്താണ്? ഐ ഡിഡ്ന്റ് ലിസൺ ആൻഡ് സീ വാട്ട് ഹാപ്പൻ. നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഐ യൂസ്ഡ് മൈ ankle to lift a hot pot of water off the stove and that did it. സ്റ്റവിൽ നിന്ന് ചൂടാക്കിയ വെള്ളം ഞാൻ എന്തോന്ന് ചെയ്തു, ഇത് പിടിച്ചെടുക്കാൻ നോക്കി, അങ്ങനെയാണ് ഇത് കത്തിയത്. നോവിത pulls the basket of potatoes towards herself and sits down to peel potato, and in her mind she keeps thinking about how she might be able secretly to send her mother a few rupees. നോവിത പെട്ടെന്ന് ഒരു പാത്രം ഉരുളക്കിഴങ്ങ് എടുത്ത് അതിനെ പീൽ ചെയ്യാൻ തൊലി ഉരിക്കാൻ തുടങ്ങി. അപ്പോഴും അവളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്, എങ്ങനെ അമ്മയ്ക്ക് സീക്രട്ടായിട്ട് കുറച്ച് പണം വാങ്ങിക്കാം. ഷി കാൻ റിയലി റൈറ്റ് ടു ഹർ. അമ്മയ്ക്ക് കത്ത് എഴുതാൻ പറ്റില്ല. ഐ ക്യാൻ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അതായത് എനിക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത് എന്ന് എഴുതാൻ എന്ത് ചെയ്യില്ല, അവർക്ക് പറ്റില്ല. ഓവർ ദെയർ ദ എൻറ്റയർ വില്ലേജ് നോസ് നോവിത ഈസ് എ ക്വീൻ. നോവിത ഹസ്ബൻഡ് ഈസ് ഹൈ മൈൻഡഡ് ലാർജ് ഹാർട്ടഡ്. അതായത് അമ്മ താമസിക്കുന്ന അവർ എൻ്റയർ വില്ലേജിൽ, അതായത് മൊത്തം നാട്ടിൽ എന്തോന്ന് അറിയാം, നോവിത ഒരു രാജ്ഞിയാണ്, നോവിത ഹസ്ബൻഡ് ഹൈ മൈൻഡഡ് ആണ്, മറ്റവനാണ് മറിച്ചവനാണെന്നൊക്കെ അറിയാം. ദിസ് ഈസ് പ്രിസൈസ്ലി വൈ കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്ത്രീകളെ മാച്ച് ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഈവൻ വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽസ് വിത്തിൻ ദംസെൽസ് ടു സെറ്റ് ഓഫ് മെനി റേജിങ് ഫയർസ്, ദേ നെവർ ഫ്ലെയർ അപ്പ് ആൻഡ് ബേൺ അവേ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡ്നെസ്, ദെയർ ലാർജ് ഹാർട്ടഡ്നെസ്. ഒരു വലിയ തീ കത്തിക്കാനുള്ള മെറ്റീരിയൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നാലും അവരെന്ത് ചെയ്യില്ല, ഒരിക്കലും അതിനെ കത്തിക്കില്ല. ആണിൻ്റെ ആ ഒരു വൃത്തികെട്ട മാസ്ക്, മുഖംമൂടി വലിച്ചെറിയാനോ അവരുടെ ഹൃദയം തുറന്നു കാണിക്കാനോ അവർക്ക് പറ്റില്ല. ദേ ഡോണ്ട് ബേൺ അവേ ദെയർ ഓൺ കളർഫുൾ ഷെൽസ്. അവരുടെ സുന്ദരമായ ഷെല്ല് അവരെന്ത് ചെയ്യുന്നില്ല, അവർ കത്തിച്ച് കളയത്തില്ല. അതൊരു മുഖംമൂടി എന്നാണ് പറയുന്നത് സ്ത്രീകൾ അണിയുന്നത്. ദേ വോണ്ട് ബേൺ ദം, ദ മെൻ നോ ദിസ് ടു. അവരത് കത്തിക്കില്ല, അവരത് എന്താ പറയുക, അത് ദേഷ്യം കാണിക്കില്ല. ഇത് ആർക്കും അറിയാം, മെന്നും അറിയാം. ദാറ്റ്സ് വൈ ദേ ലീവ് ദം സ്കാറ്റേർഡ് സോ കെയർലെസ്ലി ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ ദെയർ എനിവെയർ. അതുകൊണ്ടാണ് അവർ ശ്രദ്ധയില്ലാതെ സ്ത്രീകളെ കിച്ചണിലും പാൻട്രിയിലും ബെഡ്റൂമിലും അവിടെ ഇവിടെ ആയിട്ട് ചിന്നിച്ചിതറിയിട്ടിരിക്കുന്നത്. ക്വൈറ്റ് വിതൗട്ട് ഫിയർ ദേ പുട്ട് ദം ഇൻ ദെയർ പോക്കറ്റ്സ്. പേടിയില്ലാതെ അവരെന്തോ അവരെ ചുരുട്ടി അവരുടെ പോക്കറ്റിൽ വയ്ക്കും. ഇതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി ബൈ പ്രസൻജിത്ത് ഗുപ്ത. ബംഗാളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് പ്രസൻജിത്ത് ഗുപ്തയാണ്. അപ്പോൾ സ്ത്രീകളുടെ ശക്തി കാണിക്കുന്ന ഒരു തരം കഥയാണിത്. അവരുടെ ശക്തി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാറില്ല, അതിനെ പുറത്തെടുക്കാറില്ല. അപ്പോൾ നമ്മുടെ കഥ ഇത്രയാണ്. കഥ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.